വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കറ്റാർവാഴ, റോസ്, തുളസി ഇല, ചെമ്പരത്തി ഇത് 4 സോപ്പ് ഉണ്ടാക്കി കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ റോസാപ്പൂ, പനീർ റോസ് എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇതിലത്തെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു ജ്യൂസ് കിട്ടിയാലും മതിയാവും. അടുത്തത് നമ്മൾ തുളസിയും ഇതേപോലെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്ത് ഇതിനെ നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും 1-2 സ്പൂൺ കിട്ടിയാൽ മതി. അടുത്തത് നമ്മൾ ചെമ്പരത്തിയാണ്. ഇതേപോലെ ചെമ്പരത്തിയും നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതും 1 സ്പൂൺ അളവിൽ കിട്ടിയാൽ മതി. ഇത് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമ്മൾ കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്താൽ മതിയാവും. ഇതിൻ്റെ ജെല്ല് മാത്രം എടുത്താൽ മതിയാവും. ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായി ഇതുപോലെ അരച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. തുളസി ഇല ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇത് ചെമ്പരത്തി താളിയാണ്. ഇതിങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പിയോൾ സോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു സോപ്പ് മതിയാകും. ഇതിനെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ നൈസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത ശേഷം നമ്മളിതിന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ മെൽറ്റാക്കി എടുക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാം. ഇങ്ങനെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിലാക്കിയിട്ട് ഇതിനെ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ മെൽറ്റായി വന്നോളും. സോപ്പ് നല്ല വെള്ളം പോലെ മെൽറ്റാവും. ഇതിനെ ചൂടോടെ തന്നെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് സോപ്പ് പോലെ കട്ടയായി കളയും. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെള്ളം പോലെയുള്ള പരുവത്തിലാണ് നമ്മൾ ആ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സാക്കി കൊടുക്കണം. ഇവിടെ ഞാൻ 4 വിധത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. 1 ചെമ്പരത്തി, തുളസി, റോസ്, പിന്നെ കറ്റാർവാഴ. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായി കളയും. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് ഒരു ദിവസം ഞാൻ അങ്ങനെ വെച്ചിരുന്ന് പിറ്റേ ദിവസമാണ് ഇത് നമ്മുടെ തുളസി സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കറ്റാർവാഴയുടെ സോപ്പാണ്. ഒരു പിയേഴ്സ് സോപ്പിലാണ് ഞാൻ ഈ 4 എടുത്തിരിക്കുന്നത്. ഇത് ചെമ്പരത്തി, അടുത്തത് റോസാണ്. അത് കറക്റ്റായി വന്നില്ല. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു ലൈക്കും കമൻസും കൊടുക്കാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.